വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7th USS എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം നമുക്കിനി വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ നിന്ന് സിനണിം ആൻഡ് ആൻറ്റണിം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ആ ടോപ്പിക്കാണ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത്. സിനണിമാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു സിനണിം എന്താണെന്ന് നോക്കാം. A synonym is a word that has the same or nearly the same meaning as another word. ഒരു സിനണിം എന്ന് പറയുന്നത് എന്താണ്? അതൊരു വേർഡാണ്. ആ വേർഡിന് എന്ത് കാണും? മറ്റൊരു വേർഡിൻ്റെ സെയിം അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഒരു മീനിങ്ങും കാണും. അപ്പം ഒരു സിനണിം എന്ന് പറയുന്നത് അതൊരു വേർഡാണ്. ആ വേർഡിന് എന്ത് കാണും? മറ്റൊരു വേർഡിൻ്റെ സെയിം അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഒരു മീനിങ് കാണും. അപ്പോൾ a synonym is a word that has the same or nearly the same meaning as another word. Okay. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ സിനണിം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സിനണിം ആ ഒരു വേർഡാണ്. ആ വേർഡിന് എന്ത് കാണും? മറ്റൊരു വേർഡിൻ്റെ സെയിം അല്ലെങ്കിൽ നിയർലി മീനിങ് കാണും. മറ്റൊരു വേർഡിൻ്റെ സെയിം അല്ലെങ്കിൽ നിയർലി മീനിങ് കാണുന്ന വേർഡാണ് സിനണിം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഡിലൈറ്റിൻ്റെ സെയിം മീനിങ് അല്ലെങ്കിൽ അടുത്തൊരു മീനിങ് വരുന്ന വേർഡ് ഏതാണ്? യെസ്, ഡിലൈറ്റിൻ്റെ മീൻസ് നമുക്കറിയാം ഹാപ്പിയാണ് അതിൻ്റെ സിനണിം. അത് നമുക്ക് അങ്ങനെ പഠിച്ചു വെക്കാൻ പഠിക്കേണ്ടവർക്ക്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ലായിരിക്കാം. ചിലപ്പോൾ നമുക്ക് പാസേജ് തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു പാസേജ് വായിച്ചു നോക്കാം. The young officer remained calm during the crisis, while others were anxious and confused. He stayed composed and focused on finding a solution. His clear thinking and steady attitude helped prevent panic and ensured that the situation was handled smoothly. അപ്പോൾ നമുക്ക് ഈ പാസേജ് അർത്ഥം പറയാം. ഒരു യങ് ഓഫീസർ ഭയങ്കര കാമായിട്ടിരുന്നു ഒരു ക്രൈസിസ് വരുമ്പോൾ. ഡ്യൂറിങ് ദ ക്രൈസിസ് ഒരു യങ് ഓഫീസർ എന്ത് ചെയ്തു? ഭയങ്കര കാമായിട്ടിരുന്നു. പക്ഷെ അതേഴ്സ് ആ സമയത്ത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? ഭയങ്കര പാനിക്കായിരുന്നു, അതുപോലെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ആങ്ഷ്യസ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഹി സ്റ്റേഡ് കമ്പോസ്ഡ് ആൻഡ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിൽ ഫോക്കസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്ലിയർ തിങ്കിങ്ങും സ്റ്റീഡി ആറ്റിറ്റ്യൂഡും എന്ത് ചെയ്തു? പാനിക് സിറ്റുവേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ സിറ്റുവേഷൻ സ്മൂത്ത്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എൻഷുർ ചെയ്യാനും ഹെൽപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് പാരഗ്രാഫ്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. The young officer remained calm during the crisis, while others were anxious and confused. He stayed composed and focused on finding a solution. His clear thinking and steady attitude helped prevent panic and ensured that the situation was handled smoothly. അപ്പോൾ ഇതാണ് നമ്മുടെ പാരഗ്രാഫ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, സിനണിം ആണ് ചോദിക്കുന്നത്. വേർഡ് കാം ക്ലോസസ്റ്റ് മീനിങ്. What is the closest meaning of word calm? Calm എന്ന് പറയുന്ന വേർഡിൻ്റെ ക്ലോസസ്റ്റ് മീനിങ്, അടുത്ത് വരുന്ന മീനിങ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, വായിക്കാം. ആംഗ്രി ആണോ, പീസ്ഫുൾ ആണോ, നോയ്സി ആണോ, കെയർലെസ് ആണോ? നമുക്കറിയാൻ പറ്റും. കാം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ കാമാണെന്നൊക്കെ പറയത്തില്ല, അതുപോലെ പറയുന്നതാണ്. അപ്പം എന്തായാലും ആംഗ്രി വരുമോ? ആംഗ്രി അല്ല. അപ്പം അങ്ങനത്തെ ട്രിക്ക് നമുക്ക് ഓഡ് വൺ ഔട്ട് നമ്മൾ മാറ്റി കളയുന്ന നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ആംഗ്രി വരുമോ? ഒരിക്കലും ആംഗ്രി വരത്തില്ല. നോയ്സി ഒട്ടും ബന്ധമില്ല. കെയർലെസ്
ഓർ പീസ്ഫുൾ? കെയർലെസ് ആണോ പീസ്ഫുൾ ആണോ? എബ്സല്യൂട്ട്ലി അതിൻ്റെ ആൻസർ പീസ്ഫുൾ ആണ്. നമുക്ക് എക്സാക്റ്റ് ആൻസർ ആണ് വേണ്ടത്. പീസ്ഫുൾ ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. എന്ത്? ഞാൻ പഠിച്ചു വെച്ചു. ഇല്ല, കാമിൻ്റെ സിനോണിം പീസ്ഫുൾ ആണെന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. കാമിൻ്റെ സിനോണിം എന്താണ്? പീസ്ഫുൾ ആണ്. തിരിച്ച് മറിച്ച് വെച്ചാലും എഴുതാൻ പറ്റും. ഇനി വേർഡ് ക്രൈസിസ് നിയർലി മീൻസ്, നമ്മുടെ വേർഡ് ക്രൈസിസ് എന്ന് പറയുന്ന വേർഡ് നിയർലി എന്തായിരിക്കും? നമുക്കൊരു ഇമർജൻസി സിറ്റുവേഷൻ അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻ നോക്കാം. റുട്ടീനാണോ, എമർജൻസി ആണോ, സെലിബ്രേഷൻ ആണോ, റെസ്റ്റ് ആണോ? ക്രൈസിസ്. സെലിബ്രേഷൻ എന്തായാലും വരില്ല, കാരണം ബാക്കിയുള്ളവർ ആങ്ഷ്യസ് ആയിരുന്നു, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ സെലിബ്രേഷൻ വരില്ല, റെസ്റ്റും വരില്ല. റുട്ടീനാണോ, എമർജൻസി ആണോ? നമുക്കറിയാം ക്രൈസിസ് മീൻസ് എമർജൻസി സിറ്റുവേഷൻ ആണ്. അബ്സല്യൂട്ട്ലി എമർജൻസി സിറ്റുവേഷൻ ആണ്, എമർജൻസി ആണ്. അപ്പോൾ പഠിച്ചു വെക്കാം. ക്രൈസിസിൻ്റെ നിയർലി മീനിങ് എന്ന് പറയുന്നത് എമർജൻസി ആണ്. ക്രൈസിസിൻ്റെ നിയർലി മീനിങ് എന്താണ്? എമർജൻസി ആണ്. ഓക്കെ ഓക്കെ വേർഡ് ആങ്ഷ്യസ് ക്ലോസസ്റ്റ് മീനിങ്. ഓക്കെ, വേർഡ് ആങ്ഷ്യസിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് എന്താണ്? നമുക്ക് നോക്കാം. വറീഡ് ആണോ, റിലാക്സ്? അനിയൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതാണ്. വേർഡ് ആങ്ഷ്യസ് ക്ലോസസ്റ്റ് മീനിങ് എന്താ? വറീഡ് ആണോ, റിലാക്സ്ഡ് ആണോ, ജോയ്ഫുൾ ആണോ, പ്രൗഡ് ആണോ? ഇതിലും നമുക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കാം. കാരണം ആങ്ഷ്യസ് നമ്മുടെ വരിയിൽ പറയുന്നുണ്ട് വൈൽ അതേഴ്സ് വേർ ആങ്ഷ്യസ് ആൻഡ് കൺഫ്യൂസ്ഡ്. അപ്പോൾ അവർ ഭയങ്കര ഇതായിട്ടാണ് നിൽക്കുന്നത്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും റിലാക്സ്ഡ് വരുമോ? ഇല്ല. അതുപോലെ ജോയ്ഫുൾ ഒട്ടും വരില്ല, അതുപോലെ പ്രൗഡും വരില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? വറീഡ് ആയിരിക്കും. അപ്പോൾ അതുപോലെ ആങ്ഷ്യസിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ വറീഡ് നമുക്ക് പറയാൻ പറ്റും. ആങ്ഷ്യസിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് ആണ് വറീഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പോസ്ഡിൻ്റെ നിയർലി മീനിങ്. കമ്പോസ്ഡ്, മറ്റേ കമ്പോസ് അല്ല, കമ്പോസ്ഡ്. ഹി സ്റ്റീഡ് കമ്പോസ്ഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഫൈൻഡിങ് എ സൊല്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ആൻസർ കൺഫ്യൂസ്ഡ്, നെർവസ്, സെൽഫ് കൺട്രോൾഡ്, കെയർലെസ്. അത് നമുക്ക് എനിക്ക് ക്വസ്റ്റ്യൻ അത് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന്, ചിലവർക്കൊക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്ക് ചിലവർക്ക് പറ്റില്ല. മീൻസ് ഇതിൻ്റെ കമ്പോസ്ഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം കെയർലെസ് അല്ല, നെർവസ് അല്ല, കൺഫ്യൂസ്ഡും അല്ല, സെൽഫ് കൺട്രോൾഡ് അല്ല. അപ്പോൾ നമ്മൾ അത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. കമ്പോസ്ഡിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് എന്താണ്, സിനോണിം എന്താണെന്ന് ചോദിച്ചാൽ സെൽഫ് കൺട്രോൾഡ്. കമ്പോസ്ഡിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് സെൽഫ് കൺട്രോൾ. കമ്പോസ്ഡ്, സെൽഫ് കൺട്രോൾഡ്. കമ്പോസ്ഡ്, സെൽഫ് കൺട്രോൾഡ്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പ്രിവെൻറ്റ് ക്ലോസസ്റ്റ് മീനിങ്. വേർഡ് പ്രിവെൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ക്ലോസസ്റ്റ് മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ his clear thinking and steady attitude helped prevent panic and ensured that the situation was handled smoothly. Prevent means allow ആണോ, സ്റ്റോപ്പ് ആണോ, ഇഗ്നോർ ആണോ, ക്രിയേറ്റ് ആണോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇടപ്പോൾ ഞാൻ ഫസ്റ്റ് ഇഗ്നോർ എന്ന് എഴുതി വെച്ചു, പക്ഷെ ഇഗ്നോർ അല്ല. അപ്പോൾ ഇഗ്നോർ എന്ന് പറയാം. ഇഗ്നോർ ചെയ്യുക, നമ്മൾ ആ കോൾ ഇഗ്നോർ ചെയ്യുക, നമ്മൾ വേണ്ടാന്ന് നോക്കുക. പക്ഷെ അതിന് എക്സാക്റ്റ് ഒരു ആൻസറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അലവ് ആണോ? പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ അലവ് അല്ലെന്ന് എന്തായാലും നമുക്ക് മനസ്സിലാവും. അതുപോലെ ക്രിയേറ്റ് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്, ക്രിയേറ്റ് അല്ല. ഇഗ്നോർ ആണോ, സ്റ്റോപ്പ് ആണോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. യെസ്, പ്രിവെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാന്നാണ്. എക്സാക്റ്റ് ആൻസർ, ബെസ്റ്റ് ആൻസർ ആണ് സ്റ്റോപ്പ് എന്നാണ് പ്രിവെൻറ്റിൻ്റെ ആ ക്വസ്റ്റ്യൻ്റെ, പ്രിവെൻറ്റിൻ്റെ സിനോണിം, അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു ക്വസ്റ്റ്യനും കൂടെ തരാം.
കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. വേർഡ് ബിഗിൻ. ബിഗിൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിനണിം എന്താണെന്ന് ജസ്റ്റ് അറിയാവുന്നവർ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വേർഡ് ബിഗിൻ ആണ്, ബിഗിൻ ഓർത്ത് വെച്ച് ബിഗിൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.